നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി മുൻസിഫ് കോടതി വളപ്പിലെ മരങ്ങൾ വെട്ടിമാറ്റി. മരങ്ങൾ നീക്കം ചെയ്തത് കളക്ടറുടെ അനുമതിയോടെ. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വൃദ്ധയുടെ മാല മോഷണം പോയി. കവർച്ചയ്ക്ക് പിന്നിൽ 3 സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘമെന്ന് നിഗമനം. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വികസിത ഭാരത് സങ്കല്പയാത്ര മണിമല ചിറക്കടവ് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെപ്പറ്റി ജനങ്ങളിലെത്തിക്കുക ലക്ഷ്യം. പര്യടനം ജില്ലയിൽ 71 പഞ്ചായത്തുകളിൽ. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി മുൻസിഫ് കോടതി വളപ്പിൽ അപകടകരമായി നിന്നിരുന്ന മരങ്ങൾ വെട്ടിമാറ്റി. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മരങ്ങൾ വെട്ടിമാറ്റിയത്. കാഞ്ഞിരപ്പള്ളി കോടതി വളപ്പിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റി. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മരങ്ങൾ വെട്ടിമാറ്റിയത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജീർണാവസ്ഥയിലായ ഒരു മരം പാർക്കിംഗ് ഏരിയയിൽ മറിഞ്ഞു വീണിരുന്നു. ഇതോടെ കോടതി അധികൃതർ റവന്യൂ വകുപ്പിനോട് മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. മരങ്ങൾക്ക് സോഷ്യൽ ഫോറസ്ട്രി നിശ്ചയിച്ച തുകയ്ക്ക് ലേലം നടക്കാതെ വന്നതോടെ മരങ്ങൾ മുറിക്കാൻ കഴിയാതെ കിടക്കുകയായിരുന്നു. പിന്നീട് തഹസിൽദാരുടെ റിപ്പോർട്ട് തേടിയ ശേഷം ജില്ലാ കളക്ടർ മരങ്ങൾ മുറിച്ചുമാറ്റാൻ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 95,000 രൂപ അനുവദിച്ചു. വൈദ്യുതി ലൈൻ അഴിച്ചുമാറ്റിയ ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് ശിഖരങ്ങൾ വെട്ടിമാറ്റിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ സ്ത്രീയുടെ മാല മോഷ്ടിച്ചു. വെള്ളൂർ പാറാമറ്റം അമ്മിണി ശശിധരന്റെ മാലയാണ് കവർന്നത്. 3 സ്ത്രീകൾ ഉൾപ്പെട്ട സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. പോലീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല. ഇവർക്കായി കൂടുതൽ തിരച്ചിൽ നടത്തിവരുന്നു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികളെപ്പറ്റിയുള്ള വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര തിങ്കളാഴ്ച മണിമല ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. ജില്ലയിൽ 71 പഞ്ചായത്തുകളിലൂടെ യാത്ര കടന്നുപോകും. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര ചിറക്കടവ് മണിമല ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. രാവിലെ പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിൽ എത്തിയ യാത്രയ്ക്ക് സ്വീകരണം നൽകി. റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ലോൺ വേണമെങ്കിൽ കൊടുത്തേ പറ്റൂ. ഇത് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശമാണ്. അത് നടപ്പാക്കാൻ ഉദ്യോഗസ്ഥരും ബാങ്കിന്റെ ഉദ്യോഗസ്ഥരും എല്ലാവരും സദാ സന്നദ്ധമാണ്. നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോ നോക്കുമ്പോൾ ഒരു സ്റ്റേജും പന്തലും നമ്മളൊക്കെ ഇരിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഇവിടെ നടക്കുന്ന പരിപാടി എന്താ? ബാങ്ക് ജനങ്ങളിലേക്ക് വരുന്നു, കൃഷി വിജ്ഞാന കേന്ദ്രം ജനങ്ങളിലേക്ക് വരുന്നു, FSCT ജനങ്ങളിലേക്ക് വരുന്നു, പോസ്റ്റ് ഓഫീസ് ജനങ്ങളിലേക്ക് വരുന്നു, സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ജനങ്ങളിലേക്ക് വരുന്നു. നമ്മൾ അങ്ങോട്ട് പോകണ്ട, ഡിപ്പാർട്ട്മെന്റുകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. അതിന്റെ ഉത്തരവാദപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാരും ശാസ്ത്രജ്ഞന്മാരും ഉള്ളവര് ഇവിടെ ഉണ്ട്. അവരാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അവരാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. അതുകൊണ്ട് ജനങ്ങളിലേക്ക് സർക്കാർ നേരിട്ട് വരികയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം. വിവിധ കേന്ദ്ര പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിന് യാത്ര എത്തിച്ചേരുന്ന കേന്ദ്രങ്ങളിൽ ക്യാമ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ്, മുദ്ര, സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹതയുള്ളവർക്ക് ക്യാമ്പിൽ വെച്ച് തന്നെ തത്വത്തിൽ അംഗീകാരം നൽകും. യാത്രയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ പദ്ധതികൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയിലെ നവീന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഡ്രോൺ പ്രദർശനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യവും ആധാർ സേവനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച വികസിത് ഭാരത് സങ്കല്പയാത്ര 70 ഗ്രാമപഞ്ചായത്തുകളിൽ സഞ്ചരിച്ച് ജനുവരി 16-ന് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ രൂപതാ കൺവെൻഷനുള്ള വിശാലമായ പന്തൽ പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ ഒരുങ്ങി. ചൊവ്വാഴ്ച ആരംഭിക്കുന്ന കൺവെൻഷൻ ശനിയാഴ്ച സമാപിക്കും. പാലാ സെന്റ് തോമസ് ഗ്രൗണ്ടിൽ നടക്കുന്ന 41ാമത് പാലാ രൂപത ബൈബിൾ കൺവെൻഷന്റെ പന്തൽ പണികൾ പൂർത്തിയായി. രൂപതയിലെ ദൈവവചനം ഒരുമിച്ചിരുന്ന് തിരുവചനം ശ്രവിക്കുന്നതിനും ദൈവാരാധനയ്ക്കുമായി 1,00,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വിശാലമായ പന്തലിൽ 30,000 പേർക്കിരുന്ന് വചനം കേൾക്കാൻ സൗകര്യമുണ്ടായിരിക്കും. ആധുനിക നിലവാരത്തിലുള്ള ശബ്ദ വെളിച്ച ക്രമീകരണങ്ങൾ പന്തലിൽ ഒരുക്കിയിട്ടുണ്ട്. ദൈവവചന പ്രഘോഷണത്തിനായി 1,00,000 വാട്ട്സിന്റെ സൗണ്ട് സിസ്റ്റമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്രൗണ്ടിന്റെ ഏത് ഭാഗത്തിരുന്നാലും ശുശ്രൂഷകൾ നേരിട്ട് കാണുന്നതിനുള്ള ആധുനിക ദൃശ്യ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വിവിധ ആത്മീയ ശുശ്രൂഷകൾക്കായി 5,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്റ്റേജും പന്തലിൽ പൂർത്തിയായി.
രോഗികൾക്കായി മെഡിക്കൽ എയ്ഡ്, വീൽ ചെയർ, ആംബുലൻസ് സൗകര്യങ്ങൾ പന്തലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആത്മീയ പുസ്തകങ്ങളും മറ്റു ഭക്തവസ്തുക്കളും വാങ്ങുന്നതിനായി വിവിധ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സ്റ്റാളുകൾ, ഗ്രൗണ്ടിലും കുമ്പസാരത്തിനുള്ള ക്രമീകരണങ്ങൾ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സെന്റ് തോമസ് ദേവാലയ ഓഡിറ്റോറിയത്തിലും ക്രമീകരിച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. ആചാരസ്മരണയിൽ പ്രസിദ്ധമായ മണർകാട് സംഘം ശബരിമലയിലേക്ക് യാത്ര തിരിച്ചു. 38 പേരടങ്ങുന്ന സംഘമാണ് ഇക്കുറി മല ചവിട്ടുന്നത്. മണർകാട് ദേവീക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെയായിരുന്നു കെട്ടുമുറുക്ക്. സംഘം 19-ന് സന്നിധാനത്തെത്തും. കോട്ടയം മണർകാട് ഭഗവതി ക്ഷേത്രത്തിലെ ശാസ്താ സന്നിധിയിൽ നിന്നും 38 അയ്യപ്പന്മാരാണ് ശബരിമലയ്ക്ക് യാത്ര പുറപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ പെരിയസ്വാമി രവി മനോഹറിന്റെ കാർമ്മികത്വത്തിലായിരുന്നു കെട്ടുമുറുക്ക്. ദേവിയുടെ 28 കരകളിൽ നിന്നുള്ള ഭക്തർ നീലപ്പട്ടിൽ വഴിപാട് പണങ്ങൾ സമർപ്പിച്ചു. പെരിയസ്വാമി പ്രകാശ് കുമാറിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തേക്ക് മണർകാട് സംഘം യാത്ര ആരംഭിച്ചത്. പണ്ട് ശബരിമലയിലെ പൂജകൾക്കായി എത്തിയിരുന്ന തന്ത്രി, മേൽശാന്തി എന്നിവരെ സംരക്ഷിച്ച് ഘോരവനത്തിലൂടെ സന്നിധാനത്തിലെത്തിക്കുന്ന ചുമതല മണർകാട് സംഘത്തിനായിരുന്നു. പിന്നീട് ഇത് മുടങ്ങിയത് അനിഷ്ടമായ പ്രശ്നത്തെ തെളിയുകയും അതിന് പരിഹാരമായി ദേശവഴികളിൽ നിന്നും കാണിക്ക സ്വീകരിച്ച് പണക്കിഴി സമർപ്പിക്കുകയും ചെയ്തുവെന്നാണ് ചരിത്രം. മണർകാട് സംഘം എരുമേലിയിലെത്തി പരമ്പരാഗത കാനനപാതയായ പേരൂർത്തോട്, കാളകെട്ടി, അഴുത, കല്ലിടാംകുന്ന്, കരിമല വഴി പമ്പയിലെത്തും. തുടർന്ന് പമ്പ സദ്യ നടത്തി സന്നിധാനത്തേക്ക്. 19-ന് ഉച്ചപൂജ സമയത്ത് തിരുനടയിൽ പണക്കിഴി സമർപ്പിച്ച് തന്ത്രിയിൽ നിന്നും പ്രസാദവും സ്വീകരിച്ച് സംഘം മടങ്ങും. ന്യൂസ് ബ്യൂറോ, മണർകാട്. പാലാ ഈരാറ്റുപേട്ട റൂട്ടിൽ ഭരണങ്ങാനത്തിന് സമീപം സ്വകാര്യ ബസ് റോഡിൽ തെന്നി തലകീഴായി മറിഞ്ഞ് അപകടം. അപകടത്തിൽ ഒരു ഗർഭിണി ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. എറണാകുളത്ത് നിന്നും ഈരാറ്റുപേട്ടയ്ക്ക് വരികയായിരുന്ന ക്രിസ്റ്റീന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പാലാ ഈരാറ്റുപേട്ട റോഡിൽ ഭരണങ്ങാനത്ത് സ്വകാര്യ ബസ് റോഡിൽ തെന്നി തലകീഴായി മറിഞ്ഞു. ഞായറാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് വരികയായിരുന്ന ക്രിസ്റ്റീന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു ഗർഭിണി അടക്കം 11 പേർക്ക് പരിക്കേറ്റു. ബസ് ഡ്രൈവറുടെ തലയ്ക്കും പരിക്കുണ്ട്. ബസ് 3 തവണ മറിഞ്ഞതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഭരണങ്ങാനം മേരിഗിരി ആശുപത്രിക്കും പെട്രോൾ പമ്പിനും സമീപമാണ് അപകടമുണ്ടായത്. മഴ പെയ്ത് കിടന്ന റോഡിൽ ബസ് തെന്നിയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലായ്ക്ക് ദൃശ്യവിരുന്നൊരുക്കി ക്രിസ്മസ് കരോൾ. അശരണർക്ക് ആശ്രയമായ മരിയ സദനത്തിന് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് കരോൾ സംഘടിപ്പിച്ചത്. സ്ത്രീകളും കുട്ടികളും യുവജനങ്ങളുമടക്കം നിരവധി പേർ കരോളിൽ പങ്കെടുത്തു. പാലായ്ക്ക് ദൃശ്യവിരുന്നൊരുക്കി ക്രിസ്മസ് കരോൾ നടന്നു. മരിയ സദനത്തിനൊരു കൈത്താങ്ങിനായാണ് പാലയിൽ ക്രിസ്മസ് കരോൾ നടന്നത്. പാലാ രൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അനുഗ്രഹ സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു. പാലാ ഡിവൈഎസ്പി AJ തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വക്കച്ചൻ മറ്റത്തിൽ XMB, സന്തോഷ് മരിയ സദനം, ഡോക്ടർ ജോസ് കോക്കാട്ട്, VC ജോസഫ്, ആന്റണി അഗസ്റ്റിൻ കൂറ്റിയങ്കൽ, ബൈജു കൊല്ലംപറമ്പിൽ, ജോൺ ദർശന, AB സാൻ ജോസ്, ഫാദർ ജോസ് കക്കാലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമോതി വീണ്ടും ഒരു ക്രിസ്മസ് കൂടി സമാഗതമായിരിക്കുകയാണ്. മനുഷ്യ സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും പ്രാധാന്യവും സാന്താക്ലോസിന്റെ ചരിത്രവും ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് വിശദീകരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും യൂത്ത് വിങ്ങും പാലാ റോട്ടറി ക്ലബ്ബും മരിയ സദനവും സംയുക്തമായി ബാൻഡും പാട്ടും അലങ്കാരങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും നക്ഷത്രവും സഞ്ചരിക്കുന്ന DJയും വർണ്ണശബളമായ വൈദ്യുതി ലൈറ്റുകൾ അലങ്കരിച്ച വാഹനവും ചെണ്ടമേളവും ഒക്കെയായി പാലാക്കാർക്കായി അടിപൊളി ക്രിസ്മസ് കരോളാണ് പാലയിൽ നടന്നത്. സ്ത്രീകളും കുട്ടികളും യുവാക്കളും അടക്കം 100കണക്കിന് ആളുകൾ കരോളിൽ അണിചേർന്നു. വർഷങ്ങളായി 100കണക്കിന് അശരണരെയും ആലംബഹീനരെയും മനോരോഗികളെയും മരുന്നും ആഹാരവും നൽകി സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പാലാ മരിയ സദനത്തിന് കൈത്താങ്ങാകുന്നതിനു കൂടി വേണ്ടിയാണ് ക്രിസ്മസ് ന്യൂ ഇയർ വരവറിയിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് കരോൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയത്ത് നടക്കുന്ന ആത്മാ കാർഷിക വ്യവസായ പുഷ്പഫല പ്രദർശന മേളയിൽ തിരക്കേറി. എല്ലാ ദിവസവും രാവിലെ 11 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ആത്മാ കാർഷിക വ്യാവസായിക പുഷ്പഫല പ്രദർശനമേളയിൽ ഇന്ന് തിരക്കേറി. കോട്ടയത്ത് കഴിഞ്ഞ 12 മുതൽ നടന്നുവരുന്ന പ്രദർശന വിപണന മേളയിലാണ് ഇന്ന് തിരക്കേറിയത്. വിവിധയിനം കാർഷിക ഉൽപ്പന്നങ്ങൾ കാണാനും വാങ്ങാനുമുള്ള അവസരത്തിനൊപ്പം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ വിവിധ സ്റ്റാളുകൾ സന്ദർശിക്കാനും സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അവസരമുണ്ട്. പുഷ്പഫലങ്ങൾ, ഭക്ഷ്യശാലകൾ, പുസ്തകങ്ങളുടെ വിപണിയും നാഗമ്പടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ആത്മാ പ്രസിഡന്റ് സക്കറിയ കുര്യൻ പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ 11-ന് ആരംഭിക്കുന്ന പ്രദർശനം 9-ന് അവസാനിക്കും. പ്രദർശനം ചൊവ്വാഴ്ച അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്.
മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലയിലെ 2 മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകളിൽ കരാർ അടിസ്ഥാനത്തിൽ വെറ്ററിനറി സർജൻ, പാരാവൈറ്റ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള വാക്ക് ഇന്റർവ്യൂ 19-ന് നടക്കും. പകൽ 11-ന് വെറ്ററിനറി സർജന്റെയും 2 മുതൽ പാരാവൈറ്റിന്റെയും ഇന്റർവ്യൂ നടക്കും. കളക്ടറേറ്റിലെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലാണ് ഇന്റർവ്യൂ. ഫോൺ 04812563 പ്രധാനമന്ത്രി മത്സ്യസമ്പാദന യോജന പദ്ധതിയിൽ ജില്ലയിൽ മത്സ്യസേവന കേന്ദ്രം ആരംഭിക്കാൻ ഫിഷറീസ് വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ 0481256683. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി മുൻസിഫ് കോടതി വളപ്പിലെ മരങ്ങൾ വെട്ടിമാറ്റി. മരങ്ങൾ നീക്കം ചെയ്തത് കളക്ടറുടെ അനുമതിയോടെ. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വൃദ്ധയുടെ മാല മോഷണം പോയി. കവർച്ചയ്ക്ക് പിന്നിൽ 3 സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘമെന്ന് നിഗമനം. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വികസിത ഭാരത് സങ്കല്പയാത്ര മണിമല ചിറക്കടവ് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെപ്പറ്റി ജനങ്ങളിൽ എത്തിക്കുക ലക്ഷ്യം. പര്യടനം ജില്ലയിൽ 71 പഞ്ചായത്തുകളിൽ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.